സംസ്ഥാനത്തെ 1 ലക്ഷത്തോളം വരുന്ന പ്രവാസികൾക്ക് ക്ഷേമ പെൻഷൻ നൽകാതെ UDF സർക്കാർ. ഇതിനെതിരെ തിരുവോണനാളിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഞ്ഞിവെച്ച് സമരം ചെയ്യുമെന്നാണ് പ്രവാസി സംഘം ഭാരവാഹികളുടെ പ്രതികരണം. ക്ഷേമ പെൻഷൻ എന്നത് ഔദാര്യമല്ല എന്നും പ്രവാസികളുടെ അവകാശമാണെന്നും പ്രവാസി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാദുഷാ കടലുണ്ടി കൈരളി ന്യൂസിനോട് പ്രതികരിച്ചു. 3 മാസത്തെ പ്രവാസി ക്ഷേമ പെൻഷനാണ് ഇപ്പോൾ മുടങ്ങിയിരിക്കുന്നത്. ധനസഹായം കിട്ടാതായതോടെ ദീർഘകാലം പ്രവാസി ജീവിതം നയിച്ച വലിയൊരു ജനവിഭാഗം ഓണക്കാലത്ത് അരപ്പട്ടിണിയിലേക്ക് നീങ്ങേണ്ട ഗതിയിലാണ്. കഴിഞ്ഞ LDF സർക്കാർ മുടങ്ങാതെ നൽകിയിരുന്ന പ്രവാസി പെൻഷനാണ് ഇപ്പോൾ മാസങ്ങളായി മുടങ്ങിയിരിക്കുന്നത്. ഇതിനെതിരെയാണ് പ്രവാസി സംഘം തിരുവോണനാളിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഞ്ഞിവെച്ച് പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതൊരു അവകാശമാണ്. അപ്പോൾ അതല്ലാതെ തന്നെ ഗവൺമെൻറ് ചെയ്യണം പ്രവാസികൾക്ക്. കാരണം ഇതൊന്നും അംശാദായം അടച്ചിട്ടില്ലെങ്കിലും പ്രവാസി ക്ഷേമ പദ്ധതികൾ മറ്റു നിരവധിയുണ്ട്. സാന്ത്വനം പദ്ധതിക്ക് പണം ഇല്ല. അതുപോലെ തന്നെ നോർക്കയിലെ മറ്റു പദ്ധതികൾ ഏതാണ്ട് 33 പദ്ധതികൾ കഴിഞ്ഞ ഗവൺമെൻറ് കൊണ്ടുവന്നതാണ്. ആ പദ്ധതികളെ കുറിച്ചിട്ടൊരു വാക്ക് പോലും എവിടെയും പറയുന്നില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പ്രവാസികാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് VD സതീശനാണ്. VD സതീശൻ തന്നെയാണ് ധനകാര്യമന്ത്രി. VD സതീശൻ തന്നെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. പ്രവാസി സംഘം ഇന്നും നാളെ ഒക്കെ ആയിക്കൊണ്ട് ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുകയാണ്. ഓണത്തിൻ്റെ അന്ന് തിരുവോണ നാളിൽ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുമ്പിലോ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലോ ഞങ്ങൾ കഞ്ഞി വെച്ച് സമരം നടത്തുന്നതിലേക്ക് കേരള പ്രവാസി സംഘം പോവുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വരികയാണ്. പ്രവാസി ക്ഷേമ പെൻഷൻ സർക്കാരിന്റെ ഔദാര്യമല്ലെന്നും അത് അവകാശമാണെന്നും പ്രവാസി ക്ഷേമ സംഘം പറയുന്നു. പല ക്ഷേമനിധി ബോർഡുകൾക്കും ധനസഹായവും പെൻഷനും മാറ്റിവെച്ചപ്പോൾ പ്രവാസി ക്ഷേമ ബോർഡിനെ പൂർണ്ണമായും തഴഞ്ഞു. ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ അടിയന്തര നടപടി എടുക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കൈരളി ന്യൂസ്, കോഴിക്കോട്.